നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഗൗതം, നീ ശിവാനിയെ തല്ലിയോ? ചോദിച്ചത് കേട്ടില്ലേ ഗൗതം? നീ ശിവാനിയെ തല്ലിയോന്ന്? അങ്ങനെ ചെയ്യേണ്ടി വന്നു. അത്തരത്തിലായിരുന്നു ശിവാനിയുടെ സംസാരം. ഇപ്പൊ അത് സംസാരിക്കാനുള്ള മൂഡിലല്ല ഞാൻ. പിന്നെ ആവട്ടെ. അത് പോരാ. ഓഫീസിലെ മുഴുവൻ സ്റ്റാഫുകളുടെ മുന്നിൽ വെച്ച് സ്വന്തം അനിയന്റെ ഭാര്യയുടെ മുഖത്തടിച്ചത് എന്തിനാണെന്ന് ചോദിക്കുമ്പോഴേ മറുപടിക്ക് നിന്റെ സമയം കാത്തു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തിനാണ് ഗൗതം നീ അങ്ങനെ ചെയ്തത്? പാറു, ഞാൻ തല്ലാൻ വേണ്ടി തല്ലിയതല്ല. അപ്പോഴത്തെ ഒരു അവസ്ഥയില്. നിർത്ത് ഗൗതം. ശിവാനി പറഞ്ഞത് എന്തോ ആയിക്കോട്ടെ, പക്ഷേ അവളെ തല്ലാനുള്ള അവകാശം നിനക്കെന്താ? ശിവാനിയെ തല്ലണമെന്ന് നിധി നിന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നോ? വെറുതെ എന്തിനാ വിഷയം ഡൈവേർട്ട് ചെയ്ത് നിധിയുടെ നേർക്ക് കൊണ്ടുപോകുന്നത്? ഡൈവേർട്ട് ചെയ്തൊന്നും അല്ല, ചോദിച്ചതിന് കാരണമുണ്ട്. ഇവളെന്തിനാ ഇന്ന് ഓഫീസിലേക്ക് വന്നത്? വീട്ടിലുണ്ടാക്കുന്ന കുഴപ്പങ്ങൾ പോരാഞ്ഞിട്ടാണോ ഓഫീസിലേക്ക് നുഴഞ്ഞു കയറിയത്? നിന്റെ സംസ്കാരം കാണിക്കാനുള്ള സ്ഥലമാണ് ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്നാണോ നീ കരുതിയത്? നിന്റെ വീട്ടിൽ നിന്ന് നീ പഠിച്ച സംസ്കാരം കാണിക്കാനുള്ള ഇടമൊന്നുമല്ല ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ ആ സ്ഥാപനം. ആന്റി, അവിടെ നടന്നത് എന്താണെന്ന് അറിയാതെ വെറുതെ എന്നെ പഴിചാരരുത്. എല്ലാം എനിക്കറിയാം. നീ എന്ത് ചെയ്തു കാണുമെന്നും എനിക്കറിയാം. നിന്റെ കൂടെ ചേർന്നാണല്ലോ ഇവനും ഈ ഗതിയിൽ എത്തിയത്. നീയൊക്കെ എന്ത് ജന്മോ നിധി? പ്രശ്നങ്ങൾ ഉണ്ടാക്കി അനിയനെയും ചേട്ടനെയും തല്ലി പിരിയിപ്പിക്കാൻ വേണ്ടി ഏത് വഴി നീ നോക്കുവല്ലേ? ആവശ്യമില്ലാതെ നിധിയെ കോണർ ചെയ്യണ്ട. പിണങ്ങിയിരുന്ന എന്നെയും പ്രണവിനെ ഒന്നിപ്പിക്കാൻ വേണ്ടിയാ നിധി ശ്രമിച്ചത്. ഈ ശിവാനിയാണ് അതിനിടയിലേക്ക് കയറി വന്ന് പ്രശ്നം ഉണ്ടാക്കിയത്. എന്തൊക്കെ വൃത്തികേടുകളാണ് ശിവാനി പറഞ്ഞെന്നറിയോ? ആഹാ, ഇവളെന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി അപ്പൊ തന്നെ നിങ്ങൾ കയറിയത് തല്ലോ? കൈയെന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് മാത്രമേ ഉള്ളെന്ന് കരുതരുത്. അത്യാവശ്യം ഒരാളെ തല്ലാനുള്ള ആരോഗ്യ മനസ്സൊക്കെ എനിക്കും ഉണ്ട്. എന്താ നിങ്ങളുടെ ഭാര്യക്കേട് ഞാൻ ഒരെണ്ണം പൊട്ടിക്കട്ടെ? എന്താണ് പ്രശ്നം? എന്താണ് ഇത്? ഒന്ന് അടങ്ങ് നീ. അത് ശരി, പ്രണവ് അടങ്ങണോ അല്ലേ? സ്വന്തം ഭാര്യയെ തല്ലിയത് എന്തിനാണെന്ന് ചോദിക്കുന്നതാണോ കുറ്റം? ആ ഓഫീസിലെ അത്രയും സ്റ്റാഫുകളുടെ മുന്നിൽ ഞാൻ എന്തുമാത്രം നാണം കിട്ടുന്നറിയോ? ഇറങ്ങി പോരാ നേരം കളിയാക്കി ചിരിക്കായിരുന്നു അവര്. അതെ, നീ ഇന്ന് വരെ ഗൗതമിനോ പ്രണവിനോ ഭക്ഷണവുമായി ഓഫീസിലേക്ക് വന്നിട്ടുണ്ടോ? ഞാൻ ഓഫീസിലേക്ക് പോയി എന്ന് അറിഞ്ഞതിന് പുറകെ നീയും ഫുഡ് എടുത്തോണ്ട് വന്നു. അത് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാനല്ലേ? ആഗ്രഹിച്ചതുപോലെ എല്ലാം വരുത്തി വെച്ചിട്ട് ഇപ്പൊ ഇവിടെയുള്ളവരെ ബോധ്യപ്പെടുത്താൻ അഭിനയിക്കുന്നു നീ. കേട്ടില്ലേ പ്രണവൻ? എല്ലാം പ്രണവ് കേട്ടല്ലോ. ഇപ്പൊ കുറ്റക്കാരി ഞാനായി. എല്ലാം അനുഭവിക്കാൻ ഞാനുണ്ടല്ലോ. ശിവനി കരയല്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ഇവളുടെ ദേഹത്ത് ആരെങ്കിലും തൊട്ടാ കൊല്ലാനും മടിക്കില്ല ഞാൻ, ഓർത്തോ? നിനക്ക് തൃപ്തിയായോ ഗൗതം? നാവെടുത്ത് അനാവശ്യമായിട്ട് ഒരക്ഷരം പറയാത്തവനായിരുന്നു പ്രണവ്. അവനെ കൊണ്ട് കൊല്ലുമെന്ന് പറയിക്കുന്ന പരുവമാക്കിയപ്പോ തൃപ്തിയായല്ലോ നിനക്ക്? നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. എന്ന് നീ ഇവളുടെ വാക്ക് കേട്ട് ജീവിക്കാൻ തുടങ്ങിയോ അന്ന് തൊട്ട് നീ മാറി ഗൗതം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി മേലിൽ ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലേക്ക് നിധി പോകാൻ പാടില്ല. അതിനൊരു മാറ്റം ഉണ്ടാവില്ല. അങ്ങനെ ഉത്തരവൊന്നും ഓർക്കണ്ട. നിധിക്ക് ഓഫീസിൽ വരാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്. നിധി വരികയും ചെയ്യും. ആരും ഒന്നും ചെയ്യാൻ പോണില്ല. അതെ അതെ, എല്ലാ അവകാശവും ഉണ്ട്. അതെനിക്കും അറിയാം. മുദ്രപത്രത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ അത്. സർവ്വതിന്റെ അവകാശം സ്വന്തം ഭാര്യയ്ക്ക് എന്നെ കൊടുത്തോ? പക്ഷേ എന്റെ ഭാര്യ എനിക്ക് വലുതാ.
മേലിൽ ആരെങ്കിലും എന്റെ ഭാര്യയുടെ ദേഹത്ത് ഒരു തരി മണ്ണ് നുള്ളിയിട്ടാ ഞാൻ ആരാണെന്ന് അപ്പ കാണാം. വാശിവാനി, എന്തൊക്കെ വിവരക്കേടുകൾ അവന് വിളിച്ചു പറയുന്നത്? ഗൗതം അത് വിട്, വാ. അല്ല, അവൻ പറഞ്ഞു കേട്ടില്ലേ? പറയുന്നത് കേക്ക്, വാ നടക്ക. എന്താ ഏട്ടത്തിയുടെ നാവ് ശിവാനിയെ താക്കീത് ചെയ്യാൻ മാത്രമേ ഉയരൂ എന്നുണ്ടോ? ഇതിപ്പോ തിരിച്ചായിരുന്നെങ്കിലോ? പ്രണവ് നിധിയായിരുന്നു തല്ലിയിരുന്നതെങ്കിലോ? അപ്പോഴും ഏട്ടത്തി ഇതുപോലെ മൗനവ്രതം എടുക്കുമായിരുന്നോ? ഏട്ടത്തി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കാര്യങ്ങളൊക്കെ പരിധി വിട്ട് പോവാണ്. പോക്കിതാണെങ്കിൽ ഈ കുടുംബം രണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇനിയും നിധിയെ ഇതുപോലെ കൈവെള്ളയിൽ വെച്ചോണ്ട് നടക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഗൗതം ആരാണെന്നുള്ള രഹസ്യം ഞാൻ പറയാതെ തന്നെ ഇവിടെ എല്ലാരും അറിയും. സൂക്ഷിച്ചോ. കൂടപ്പറപ്പാണല്ലോ എന്നുള്ള ചിന്ത ഇപ്പോഴും എന്റെ മനസ്സിന്റെ ഏതോ ഒരു കോണിൽ കിടക്കുന്നു. ആ ഒരു ഒറ്റ കാരണം കൊണ്ട് അയാളെ ഞാൻ തല്ലാതെ വിട്ടത്. സോറി ശിവാനി, നീ എനിക്ക് വേണ്ടി തല്ലു വാങ്ങിച്ചു. സ്റ്റാഫുകളുടെ മുന്നിൽ അപമാനിക്കപ്പെട്ടു. ഐ എം റിയലി സോറി. എന്താ പ്രണവ് ഇത്? എല്ലാം പ്രണവിന് വേണ്ടിയല്ലേ? ഞാനിതെല്ലാം ഇതിനപ്പുറം സഹിക്കും. പക്ഷെ എന്റെ പ്രണവ് ആരുടെ മുന്നിൽ ചെറുതാകരുത്, തോൽക്കരുത്. അത് മാത്രമേ ഉള്ളൂ ആഗ്രഹം. ചെയ്തതെല്ലാം ചെയ്തു കൂട്ടിയിട്ട് പട്ടിക്കാണ് മുറിവുറുപ്പെന്ന് പറഞ്ഞ പോലെ എന്നെ നശിപ്പിക്കാൻ നോക്കി. എനിക്കൂടെ കിട്ടേണ്ട ഓഹരിയുടെ ഭൂരിഭാഗം അയാൾ എഴുതിയെടുത്തു. ഇതൊന്നും പോരാഞ്ഞിട്ട് നിന്നെ തല്ലുകയും ചെയ്തു. ഇനി ഒരു തവണയും കൂടെ ഏട്ടൻ നിന്റെ നേർക്ക് കൈയുയർത്തി നോക്കട്ടെ. അന്ന് കൂടപ്പറപ്പെന്നുള്ള സ്നേഹമൊക്കെ ഞാനങ്ങ് മറക്കും. ആ കൈ ഞാൻ തല്ലി ഓടിക്കും. ആരുടെ കൈയുടെ നീ തല്ലി ഒടിക്കുന്നു പറയുന്നത്? ഗൗതമിന്റെ ആണോ? ഇങ്ങനെയൊക്കെ പറയുന്നതിനെ ആരാണ് പഠിപ്പിച്ചത്? എന്താണ് നീ ഇങ്ങനെ ആയി പോയത്? എന്താ മോനെ ഇത്? ഗൗതം ആരാ? നിന്റെ ഏട്ടനല്ലേ?